നമ്മുടെ കർത്താവ് ഉയർത്തു. അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന്റെ നാളുകളിലൂടെ, വെളുത്ത ദിനങ്ങൾ എന്നറിയപ്പെടുന്ന ഹേവോറെ ദിനങ്ങളിലൂടെ പരിശുദ്ധ സഭ അതിന്റെ യാത്ര തുടരുന്ന ഈ വേളയിലാണ് നാം ഈ ദേവാലയത്തിൽ പരിശുദ്ധ സഭയുടെ ഗതിയെ വളരെ അനുഗ്രഹത്തോട് തിരിച്ചുവിട്ട 3 പിതാക്കന്മാരെ പ്രത്യേകമായി ഓർക്കുകയും അവരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നത്. മാർത്തോമ 6-മൻ, മാർത്തോമ 8-മൻ, ആധുനിക കാലഘട്ടത്തിലെ സഭയുടെ ശില്പി എന്ന് വിളിക്കാവുന്ന പുത്തൻകാവിൽ കൊച്ചു തിരുമേനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മാർ ഫീലക്സീനോസ് പിതാവ്, ഈ 3 പിതാക്കന്മാരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും അവരുടെ മധ്യസ്ഥയാലുള്ള അനുഗ്രഹങ്ങൾ തേടുകയും ചെയ്യുന്ന സമയമാണ് ഇത്. സഭയെ സംബന്ധിച്ച് വളരെ അഭിമാനത്തിന്റെ നിമിഷങ്ങളാണ്. എന്നാൽ അതേ സമയം തന്നെ തികഞ്ഞ ആധ്യാത്മിക അനുഭവത്തിൽ മുന്നോട്ട് പോകാൻ നമ്മുടെ വിളിയും നിയോഗവും നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ നിമിഷങ്ങളുമാണ് ഇത്. ഈ 3 പിതാക്കന്മാരെയും ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പറയുവാൻ അർഹൻ ഞാനല്ല, ഇവിടെ ഇരിക്കുന്ന ക്ലീമീസ് തിരുമേനി തന്നെയാകുന്നു എന്നുള്ളതാണ് എന്റെ ചിന്ത. ആള് അഭിമന്യ തിരുമേനിയോടാണ് കൂടുതൽ ബന്ധപ്പെട്ടിരുന്നത്. ഈ 3 പേരെയും വ്യക്തിജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരാളാകുന്നു ഞാൻ. എന്നാൽ 3-മത്തെ ആളിനെ അഭിമന്യ ക്ലീമീസ് തിരുമേനി കണ്ടു കാണും, അനുഗ്രഹങ്ങളെ സ്വീകരിച്ചു കാണും, പ്രാർത്ഥനകളെ സ്വീകരിച്ചു കാണും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്നേക്കാൾ അവരെ അവതരിപ്പിക്കുവാനായി എന്തുകൊണ്ടും യോഗ്യൻ അഭിമന്യ പിതാവ് തന്നെയാകുന്നുവെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. മറ്റൊരാൾ ഈ ഭദ്രാസനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിമന്യ തോമസ് മാർ അത്താനേഷ്യസ് പിതാവാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ശാരീരികമായ ചില അസ്വാസ്ഥ്യങ്ങളാൽ ഇവിടെ ഇല്ല എന്നുള്ളതിന് മാത്രം ബലഹീന ഞാൻ ഇവിടെ നിൽക്കുന്നുവെന്ന് കരുതിയാൽ മതിയാകും. എബ്രായ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ ഒരു നല്ല ഇടയന്റെ ചില സവിശേഷതകളെ കുറിച്ച് വളരെ ഭംഗിയായി പറയുന്നുണ്ട്. എബ്രായ ലേഖനം തന്നെ പുരോഹിതന്മാരെ കുറിച്ചും മഹാപുരോഹിതന്മാരെ കുറിച്ചും വ്യക്തമായി പറയുന്നതായ ഒരു ലേഖനമാകുന്നു എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. 3-ാം അധ്യായത്തിൽ എബ്രായ ലേഖന കർത്താവ് പറയുന്നത് മഹാപുരോഹിതനും അപ്പോസ്തലനുമായ യേശുക്രിസ്തുവിനെ സൂക്ഷിച്ച് നോക്കുക എന്നാണ്. ഇടയന്റെ ആദ്യത്തെ സ്വഭാവം അതായിരിക്കണമല്ലോ. യേശുക്രിസ്തുവിനെ ശ്രദ്ധയോടുകൂടി നോക്കുന്ന ആൾ. ആദ്യ 2 പിതാക്കന്മാരെ കുറിച്ച് വ്യക്തമായി അറിയാൻ മേലായെങ്കിലും 3-ാമത്തെ പിതാവ്, പ്രത്യേകിച്ച് ഇന്ന് ഓർക്കുന്ന പിതാവ്, ഇന്നത്തെ ദിവസം അദ്ദേഹത്തിന്റെ 66-ാം മഹത്വീകരണ പ്രവേശന ദിവസമാകുന്നുവല്ലോ. അദ്ദേഹം ക്രിസ്തുവിനെ നോക്കി തന്റെ ജീവിതത്തെ നയിച്ചു, ജനത്തെ നയിച്ചു എന്നതിനെ കുറിച്ച് ജീവനോടെ ഇരിക്കുന്ന നമ്മുടെ പിതാക്കന്മാർ നല്ലതുപോലെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. മറ്റു 2 പേരെ കുറിച്ചും എഴുത്തുകളിലൂടെയാണ് അറിയാവുന്നത്. യേശുക്രിസ്തുവാകുന്ന വലിയ അപ്പോസ്തലനെയും മഹാപുരോഹിതനെയും നോക്കി തങ്ങളുടെ ജീവിതയാത്ര തുടരുകയും അതുവഴി ദൈവജനത്തെ നയിക്കുകയും ചെയ്ത പിതാക്കന്മാർ. സന്യാസികൾക്ക് വേണ്ടി
അവർ ദൈവത്തെ നോക്കി ജീവിക്കേണ്ടവരാകുന്നു എന്ന ചിന്തയിൽ ബേസിൽ ദയറ സ്ഥാപിക്കുവാനായി ശ്രദ്ധിച്ചതും മാർ ഫീലക്സിനോസ് പിതാവാകുന്നു നമുക്ക് നല്ലതുപോലെ അറിയാം. രണ്ടാമത്തെ ശീലമായി അവിടെ പറയുന്നത് ഭവനത്തേക്കാൾ ഭവനം ചമച്ചവന് മാനം കൊടുക്കണം എന്നതാണ്. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ ലോകത്തിലെ ഇമ്പങ്ങളോടോ ഈ ലോകത്തിലെ ഭവനങ്ങളോടോ കൂടുതൽ പ്രതിബദ്ധത കാണിക്കാതെ ഈ ലോകത്തിലെ ഇമ്പങ്ങളും ഭവനങ്ങളും ചമച്ചു നൽകിയതായ കർത്താവിനെ കൂടുതൽ മാനം കൊടുക്കുവാനായി ശ്രദ്ധിച്ച പിതാക്കന്മാർ എന്ന് നമുക്ക് ഇവരെ ഒറ്റവാക്കിൽ പറയുവാനായി കഴിയും. അതുകൊണ്ടാണ് എബ്രായലേഖന കർത്താവ് പറയുന്നത്, ഭവനത്തേക്കാൾ ഭവനം ചമച്ചവന്, സ്വന്തം ശരീരത്തിന് വില കൊടുക്കേണ്ടത് ആവശ്യമാണ്, എന്നാൽ അതിനപ്പുറമായി ഈ ശരീരത്തെ ചമച്ചവന്. ഫീലക്സിനോസിൻമേനയുടെ കാര്യം നമുക്കറിയാം. ഡോക്ടർ പറഞ്ഞു പോകരുത്, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ തന്റെ ദൗത്യത്തെ വളരെ ഗൗരവത്തോടെ കണ്ട ഒരാളെന്ന നിലയ്ക്ക് നമുക്ക് വളരെ ശക്തമായി ഗൗരവത്തോട് പറയാൻ കഴിയും, തങ്ങളെക്കാൾ തങ്ങളെ ചമച്ചവന് പ്രാധാന്യം കൊടുത്ത പിതാക്കന്മാർ, മാനം കൊടുത്ത പിതാക്കന്മാർ, ദൈവത്തിന് കൂടുതൽ പ്രാമുഖ്യം കൊടുത്ത പിതാക്കന്മാർ എന്ന് നമുക്ക് ഇവരെ വിളിക്കുവാനായി കഴിയും. മൂന്നാമത് അവിടെ പറയുന്നത് ദുഷ്ടഹൃദയം നിങ്ങൾക്കുണ്ടാകരുത് എന്നാണ്. നിർമ്മല ഹൃദയത്തിന്റെ ഉടമകളാകണം. ഹൃദയത്തിൽ ക്രിസ്തു മാത്രം ആയിരിക്കണം. കഠിന ഹൃദയത്തിന്റെ ഉടമകളായി നിങ്ങൾ മാറുവാനായി പാടില്ല. സഭ ഇടയന്മാരെ കുറിച്ച് പ്രതീക്ഷിക്കുന്നത് അതാണ്. അവർ അധികാരികളാകുന്നുവെങ്കിലും അധികാരികളെ പോലെ പെരുമാറുവാനായി അനുവാദമില്ലാത്തവർ ആകുന്നു. അവർ ശരിയായ ഇടയന്മാരാകുന്നു. അവർക്ക് അധികാരം ദൈവികമായി നൽകിയിരിക്കുന്നു എങ്കിലും അധികാരത്തിനപ്പുറമായി ഹൃദയ നിർമ്മലതയോടെ, വിശുദ്ധിയോടെ, ദുഷ്ടഹൃദയം ഇല്ലാതെ വളരെ സോഫ്റ്റായി ദൈവജനത്തോട് ഇടപെടേണ്ടവരും ദൈവജനത്തെ ദൈവത്തിങ്കിലേക്ക് നയിക്കേണ്ടവരും ആകുന്നു. ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇന്ന് അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് ദീപു അച്ഛൻ മുമ്പിൽ ഇരിപ്പുണ്ട്. അച്ഛൻ എന്റെ മുഖത്ത് നോക്കി ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോട്ടയം ഭദ്രാസനത്തിൽ ഒരു വൈദികനായത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിർമ്മല ഹൃദയമാണോ കഠിനമായ ഹൃദയമാണോ നമുക്കുള്ളത് എന്നത് ഈ പിതാക്കന്മാരെ ഓർക്കുമ്പോൾ അവരെ മാനിച്ചുകൊണ്ട് ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഫീലക്സിനോസ് തിരുമനസ് കൊണ്ട് മലങ്കര സഭയുടെ ഗാനഗോകുലം വാനം പാടി ഹൃദയ നൈർമല്യത്വം ഉള്ളവർക്ക് മാത്രമാണ് മനോഹര ശബ്ദം പുറപ്പെടുവിക്കുവാനായി പറ്റുന്നത്. അങ്ങനെ ഒരാള് ആണ് മാർ ഫീലക്സിനോസ് പിതാവ് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തതയാണ്. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴും അവയെ തരണം ചെയ്ത് കാര്യങ്ങളെ ക്രിയാത്മകമായി നിർവഹിക്കുവാനായി പിതാക്കന്മാർക്ക് സാധ്യമാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർ ക്രിസ്തുവിനെ തങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിക്കുകയും ഹൃദയ നൈർമല്യതയോടുകൂടി പെരുമാറുകയും ചെയ്യുന്നു എന്നതുകൊണ്ടാണ്. മാർത്തോമ ആറാമൻ പിതാവ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ നമ്മുടെ നാട്ടിലെ തുടക്കക്കാരനായി അദ്ദേഹത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധ വചനമാണല്ലോ നമ്മിൽ നിറയേണ്ടത്. വിശുദ്ധ വചനത്തെ നമ്മിൽ നിറയ്ക്കുവാനായി കേരളത്തിൽ നേതൃത്വം കൊടുത്ത പിതാക്കന്മാരിൽ ഒന്നാമനായി മാർത്തോമ ആറാമൻ നമ്മുടെ മുമ്പാകെ നിൽക്കുന്നു. ഇപ്പോൾ ചരമ ദിശതാബ്ദി ആഘോഷിക്കുന്ന മാർത്തോമ എട്ടാമൻ പിതാവ് വൈദിക പഠനശാലകൾ ഉണ്ടാകണമെന്നും സഭയ്ക്ക് നല്ല വൈദികരെ രൂപപ്പെടുത്തേണ്ടത് ആവശ്യമാകുന്നുവെന്നും തെക്കും വടക്കും ഉണ്ടാകണമെന്നും ആഗ്രഹിച്ച്
മുന്നോട്ട് പോയി എങ്കിൽ അതും ദീർഘവീക്ഷണത്തിന്റെയും ഹൃദയ നൈർമല്യത്തിന്റെയും അടയാളമായിട്ട് നാം കാണുന്നു. ഫീലക്സീനോസ് പിതാവിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. 66-ാം മഹതീകരണ പ്രവേശനം നാം ഇവിടെ നടത്തുമ്പോൾ മലങ്കര സഭയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഓടി സഭാമക്കളെ സഭയുടെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തി. പ്രത്യേകിച്ച് അന്യവിശ്വാസങ്ങൾ പലതും കേരളത്തിൽ നടമാടിയപ്പോൾ അവയോട് ശക്തമായി പ്രതികരിക്കുവാനായി മുന്നിട്ടിറങ്ങിയതായ പിതാക്കന്മാരുടെ പട്ടികയിൽ ഒന്നാമതായി നിൽക്കുന്നു കാതോലിക്കന്റെ രത്നദീപമെന്ന് ഇപ്പോൾ നാം വിളിക്കുന്ന ഗാനഗോകുലമായ മാർ ഫീലക്സീനോസ് പിതാവ്. മൂന്നാം അധ്യായത്തിൽ എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ പരസ്പരം പ്രബോധിപ്പിക്കുന്നവരാകുവീൻ. അത് ഇന്ന് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ന് പ്രബോധനങ്ങൾ കുറയുന്നു, പ്രസംഗങ്ങൾ കൂടുന്നു, പ്രസംഗകരുടെ എണ്ണം കൂടുകയാണ്, പക്ഷെ പ്രബോധനങ്ങൾ ഇല്ലാതെയാകും. നന്മതിന്മകളെ വേർതിരിച്ചറിയുവാനും തിന്മയെ തോൽപ്പിക്കുവാനും നന്മയെ ഉദ്ദീപിപ്പിക്കുവാനും ദൈവജനത്തിനും കുഞ്ഞുങ്ങൾക്കും പറഞ്ഞു കൊടുക്കേണ്ടതായ പിതാക്കന്മാരുടെയും അമ്മമാരുടെയും സംഘങ്ങൾ തലമുറകൾ രൂപപ്പെട്ടു വരേണ്ടത് ഇന്ന് വളരെ ആവശ്യമാണ്. അഭിവന്ദ്യ ഫീലക്സീനോസ് തിരുമേനിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പ്രസംഗമായിരുന്നില്ല നടത്തിയത്. അദ്ദേഹത്തിൻ്റെത് എക്സോട്ടേഷൻ ആയിരുന്നു, പ്രബോധനമായിരുന്നു, പ്രബോധന പുത്രനായിരുന്നു അദ്ദേഹം എന്നത്. സഭയുടെ വിശ്വാസവും ധാർമ്മികമായ കാര്യങ്ങളും ദൈവജനത്തിന് പറഞ്ഞു കൊടുക്കുവാനും അവരെ നന്മയിലേക്ക് നയിക്കുവാനുമുള്ള വിളിയും നിയോഗവും സ്വീകരിച്ചവ പിതാക്കന്മാരുടെ പട്ടികയിൽ പ്രമുഖനായി നമുക്ക് അദ്ദേഹത്തെ കാണുവാനായിട്ട് സാധ്യമാകുന്നു. വിശുദ്ധ കുർബാന മധ്യയുള്ള ഒരു പ്രസംഗമായതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. 5-ാമത്തെ കാര്യം, ആദ്യ വിശ്വാസം അവസാനം വരെ കാത്തുകൊണ്ടു. ചാഞ്ചാട്ടമില്ലാത്തതായ സ്വഭാവം. സഭയുടെ വിശ്വാസം എന്തായെന്നും മലങ്കര സഭ എന്തായെന്നും ഗൗരവത്തോടെ ചിന്തിച്ച പിതാക്കന്മാരിൽ പ്രമുഖരായാണ് ഇവിടെ കബറടങ്ങിയിരിക്കുന്ന 2 മാർത്തോമാ മെത്രാപ്പോലിത്തന്മാരും അഭിവന്ദ്യ ഫീലക്സീനോസ് പിതാവ്. പ്രത്യേകിച്ച് ഫീലക്സീനോസ് പിതാവിന്റെ കാലഘട്ടത്തിലെ വൈതരണികൾ വെല്ലുവിളികൾ എന്തായെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. നവീകരണവും അതുപോലെ തന്നെ പുനരൈക്യവും ഒക്കെ സഭയിൽ നടമാടുമ്പോൾ അതിനെതിരെ സഭാമക്കളെ ഗൗരവത്തോടെ പിടിച്ചു നിർത്തി തന്റെ വിശ്വാസത്തിൽ ചാഞ്ചല്യമുണ്ടാകാതെ, തന്റെ സ്നേഹത്തിൽ ചാഞ്ചല്യമുണ്ടാകാതെ ഉറപ്പിച്ചു നിന്ന ആളാകുന്നു. ആദ്യ സ്നേഹവും ആദ്യ വിശ്വാസവും തുടക്കം മുതൽ അവസാനം വരെ കാത്തു സൂക്ഷിക്കുന്നവർക്കാണ് ശരിയായ രക്ഷയുണ്ടാകുന്നത് എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചുവെങ്കിൽ അങ്ങനെ പഠിപ്പിച്ച പിതാക്കന്മാരിൽ ഒരാളായിട്ട് വേണം പുത്തൻകാവിൽ ഫീലക്സീനോസ് പിതാവിനെ നാം കാണുവാൻ. ഞാൻ ഈ 5 കാര്യങ്ങൾ അക്കമിട്ട് ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. അപ്പോസ്തലനും പ്രവാചകനുമായ യേശു ക്രിസ്തുവിനെ നോക്കുക. ഭവനത്തെക്കാൾ ഭവനം ചമച്ചവന് പ്രാധാന്യം നൽകുക. ദുഷ്ടഹൃദയത്തിന്റെ ഉടമകളാകാതെ നിർമ്മല ഹൃദയത്തോടെ ദൈവജനത്തെയും തലമുറകളെയും കാത്തു സൂക്ഷിക്കുക. പ്രസംഗിക്കുന്നവരാകാതെ പ്രബോധനം നൽകുന്നവരാകുക. നന്മയെ ഉറപ്പിക്കുക, വിശ്വാസത്തെ പറഞ്ഞു കൊടുക്കുക. ആദ്യ വിശ്വാസം അവസാനം വരെ കാത്തു സൂക്ഷിക്കുക. കർത്താവായ യേശു തമ്പുരാൻ ഈ പിതാക്കന്മാരുടെ മധ്യസ്ഥതയിൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും.